Hello friends, welcome back to Zara's Easy Cooking. ഇന്നത്തെ റെസിപ്പി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഈ പുഡിങ് സിമ്പിളും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയായ ഒരു പുഡിങ്ങാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് മിൽക്കും 1/2 കപ്പ് പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ഇവിടെ എടുത്തത്. ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം ഈ പുഡിങ്ങിനേക്ക് വേണ്ടിയിട്ട്. പുഡിങ്ങിനേക്ക് വേണ്ടി നമുക്കൊന്ന് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. അതിനു വേണ്ടി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടായാൽ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇത് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റും കളറൊക്കെ ഒന്ന് മാറും, ഒരു കരിഞ്ഞ പോലെ ആകും. അതുപോലെ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വേണം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഷുഗർ ഇവിടെ ഇപ്പം കാരമലൈസായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അഥവാ തണുത്ത പാൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വിട്ട് നിന്നിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ മേത്തേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. പാൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഷുഗറൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് കട്ട പിടിക്കും. പിന്നെ അത് മെൽറ്റായി വന്നോളും. ഇതെല്ലാം നന്നായി മിക്സായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഒരു പാനിലേക്ക് 1/2 കപ്പ് പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച കാരമലൈസിൻ്റെ സോസ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 2 കപ്പ് പാലാണ് നമ്മൾ മൊത്തത്തിൽ ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തത്. ഇതിൽ 1/2 കപ്പ് പാൽ ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 കപ്പും കൂടി എടുത്തിട്ടുണ്ട്. അതിനൊരു 1/4 കപ്പ് പാൽ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ മിക്സിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ 2 കപ്പ് പാലാണ് ഇതിലേക്ക് വേണ്ടി എടുത്തത്. ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന വരെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അഥവാ പഞ്ചസാരയുടെ അളവ് കുറവുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആയാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇനി പുഡിംഗ് സെറ്റ് ചെയ്യേണ്ട ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 5-6 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. കുറഞ്ഞത് ഒരു 5-6 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാനിവിടെ പുഡിങ് ഓവർനൈറ്റ് ആണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. പുഡിങ് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. പുഡിങ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇഷ്ടം പോലെ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ചോക്ലേറ്റ് ഗണാഷും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്കിതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കാരമലൈസ് ചെയ്ത നട്ട്സ് ആണെങ്കിൽ വെച്ചെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിഷ്ടമുള്ള പോലെ ഇതൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റുമായ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ പുഡിംഗ് കഴിക്കാൻ. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.